എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. എൻ്റെ പേര് ജസ്ലീനാണ്. ഞാൻ ആക്കോടാണ് എൻ്റെ സ്വദേശം. ഞാനൊരു അസുഖമായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത്. അസുഖം എന്ന് പറഞ്ഞാൽ ഞാൻ കുടുംബശ്രീ വർക്കിനൊക്കെ പോകുന്ന ആളാണ്. വാർഡിലെ ADS പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഡിസ്ക് കംപ്ലൈന്റ് വന്നു. ഒരു വർഷം നന്നായിട്ട് കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിന്റെ രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നപ്പോ എനിക്ക് ഊരവേദനയും കാലുവേദനയൊക്കെ അനുഭവപ്പെട്ടു. സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ഡിസ്കിന് കംപ്ലൈന്റ് ആണ്, ഒന്ന് MRI ചെയ്ത് നോക്കിയാലേ കൃത്യമായിട്ട് അറിയുള്ളൂ. അങ്ങനെ ആ ഒരു സ്കാൻ ചെയ്തെടുത്ത് വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഡിസ്ക് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്, തള്ളി ഡിസ്ക് തെറ്റിപ്പോയ അവസ്ഥയാണുള്ളത്. അപ്പൊ എന്തായാലും സർജറി ചെയ്ത് കമ്പിട്ടാൽ മാത്രമേ ആ ഒരു പ്രശ്നം സോൾവ് ആവുള്ളൂ. കാരണം എനിക്ക് ഊരവേദന മാത്രമല്ല, ഊരവേദന ഞാൻ സഹിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ എനിക്ക് കാലിൽ തരിപ്പ് വന്നിട്ട് ഒരു സ്ഥലത്തും നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അത് വലിയ സാലറി ഉള്ള പണിയൊന്നും അല്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ അതിലുണ്ടാവും. കാരണം വാർഡിലെ എല്ലാ കുടുംബശ്രീകളെ നോക്കുന്ന ചുമതലയും ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് മെമ്പർമാരെ ഒരുപാട് കാര്യങ്ങളും അവര് നേരിട്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. ഡിസ്ക് തെറ്റി ഇങ്ങനെ നിൽക്കുകയാണ്, ബൾജായിട്ടുണ്ട്, ബൾജായ ഡിസ്കിന്റെ ഉള്ളിൽ ഞരമ്പ് കുടുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു MRI ചെയ്ത് ഡോക്ടറെ കാണിച്ചപ്പോ. അപ്പൊ ഇനി ഇതില് മരുന്നിനൊന്നും വലിയ ഒരു ഫലം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല, ഇത് സർജറി ചെയ്യലാണ് ഇതിന്റെ ഒരു നല്ല വശം എന്ന് പറഞ്ഞു. ഞാനെച്ചാല് തീരെ എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒരു സമയം നിൽക്കുന്ന സമയത്ത് കാലിൽ തരിപ്പ് വരിക, കാല് കുഴയുന്ന ആ ഒരു അവസ്ഥയായിരുന്നു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു സർജറി ചെയ്ത് കമ്പി ഇടണം, കമ്പി ഇട്ടാൽ മാത്രമേ ആ ഒരു ഇത് ശരിയാവുള്ളൂ, അല്ലാതെ ഇതിൽ കാര്യമായിട്ട് ചികിത്സ ഒന്നുമില്ല. അപ്പൊ കമ്പി ഇടുന്ന സമയത്ത് അവര് പറഞ്ഞത് നിങ്ങൾ സർജറി ചെയ്ത് കമ്പിടാണെങ്കിലും പിന്നീട് കുനിയാൻ പാടില്ല എന്ന്. കാരണം ഡിസ്ക് ഏറ്റവും താഴെയുള്ള ഡിസ്കാണ് ബൾജായത്. ആ ബൾജായ ഡിസ്ക് ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ട് അത് കമ്പിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു നെറ്റും ബോൾട്ടും ഇടുന്ന പണിയുള്ളൂ എന്നാ ഒരു പ്രശ്നം സോൾവ് ആവുന്നത്. അപ്പൊ ആ ഒരു പറഞ്ഞ് അങ്ങനെ ശരിയാവുന്നു പറഞ്ഞു. പിന്നീട് അവര് പറഞ്ഞത് ഒരിക്കലും പിന്നെ കുനിയാൻ പാടില്ല, ഡയറക്റ്റ് നമ്മള് കുനിയാൻ പാടില്ല, കുനിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പി പൊട്ടും ചെയ്യും. അപ്പൊ നമ്മള് അന്ന് എനിക്കൊരു ആ സമയത്ത് എന്റെ ഒരു ഏജ് എന്ന് പറഞ്ഞാല് 35 വയസ്സായിരുന്നു. ആ ഒരു സമയത്ത് നമ്മള് ഡിസ്കിന് സർജറി ഒക്കെ ചെയ്ത് കമ്പിയിട്ട് നമുക്ക് വേദന ഒക്കെ പോയാല് നമ്മൾ എന്തായാലും ഊരവേദന നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല, കാലിലും പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കുഞ്ഞു പോകാൻ. അപ്പൊ ആ ഒരു ഇതില് നമുക്ക് വീണ്ടും ആകെ ഒരു കമ്പി പൊട്ടുക, പിന്നെ സർജറിക്ക് പോവുക. അപ്പൊ അതൊരു പോസിറ്റീവ് ആണോ എന്ന് എന്റെ ഫാമിലി, ഞാൻ പിന്നെ ഒന്നിനും ഒരു കാര്യമായിട്ടുള്ള സൊല്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് എന്റെ ഉപ്പായും ഹസ്ബൻഡും കൂടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ സർജറി ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ, കാരണം സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുൾ ടൈം വേദന ഇല്ലാത്ത ഒരവസ്ഥയും പിന്നീട് അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെങ്കിലല്ലേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചു ഇനി എന്ത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഡോക്ടർ ഒരു സൊല്യൂഷനും കൂടി പറഞ്ഞു, നിങ്ങൾക്ക് നന്നായിട്ട് പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1-2 മാസത്തേക്കൊക്കെ വേദന റിമൂവ് ആവുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ചെയ്തു തരാന്നുള്ളത്. അപ്പൊ അതിന് ഞാൻ സമ്മതിച്ചു. കാരണം എനിക്ക് നന്നായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോഴും ഡോക്ടർ പറഞ്ഞു അതും പിന്നെ സാധാരണ ഇഞ്ചക്ഷൻ ഒന്നല്ല, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റിയിട്ട് അവിടുന്ന് ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ്, നട്ടെല്ലിന് അവിടുത്തെ നീര് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴും ഇപ്പൊ അതിനെ സമ്മതിച്ചില്ല. കാരണം 1-2 മാസത്തിന് അത്രയ്ക്ക് റിസ്ക് ഉള്ള ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യാണോ, അത് നല്ലതാണോ എന്നുള്ള രീതിയിൽ. പിന്നീട് വീണ്ടും ഊരക്ക് ബെൽറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നതായിരുന്നു. വീട്ടില് നല്ല റെസ്റ്റ് ആയിരുന്നു, തീരെ ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ പിന്നെ ഞങ്ങൾ തെറാപ്പി ഡോക്ടറെ പിന്നീട് ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1-2 മാസം ഒന്നരാടെ ഇടവിട്ട് തെറാപ്പി ചെയ്തു. തെറാപ്പി ചെയ്തപ്പോഴും എന്താണോ ചെയ്യാൻ പോകുന്നത് വെച്ചാല് അന്ന് ഫുള്ളും പിറ്റേന്ന് ഒരു ഉച്ചവരെയും എനിക്ക് വേദന ഇല്ലാതെ, പിന്നീട് വീണ്ടും വേദന വരും. അങ്ങനെ 1-2 മാസം അങ്ങനെയും കുറെ കാത്തിരുന്നു. പിന്നെ വീട്ടില് നീ എന്ത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഉഴിച്ചിലിന്റെ സ്ഥലത്ത് വാവാട് അവിടെ അന്വേഷിച്ചു. എന്റെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ അവർ കണ്ടു. ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഒരു മാസത്തേക്ക് ഇവിടെ ഒരു ഏകദേശം ഒരു 35,000-40 ഉള്ളിൽ ചെലവ് വരും. ഇവരെ സ്കാനിങ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു മാസം കൊണ്ട് റെഡി ആവുമെന്ന് പറയാൻ പറ്റൂല, ഞങ്ങളൊന്ന് വന്നു നോക്കി.
ആ ഒരു സമയത്തും അത്രയും തുക ഒരുമിച്ച് എടുക്കാൻ കയ്യിലില്ലാത്ത ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോഴും ഞങ്ങള് അതിനും മുതിർന്നില്ല. വീട്ടില് നല്ല റെസ്റ്റ് തന്നെയായിരുന്നു. എന്റെ വീട്ടില് ഇക്ക കൊണ്ടയാക്കി, മക്കളും ഇക്കാക്കും വീട്ടില് ഒറ്റക്ക് നിൽക്കായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് പിന്നെ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടും എനിക്ക് ഒരു മാറ്റം വന്നില്ല. അപ്പൊ അവിടെ അങ്ങനെ നിന്നിട്ട് കുട്ടികൾ ഇവിടെ ഒറ്റക്കല്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ തന്നെ നിൽക്കാന്നുള്ള രീതിയിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ വന്നു. ആ ഒരു സമയത്താണ് ഇക്കാക്കന് അനീഫ് സാറ് പുറത്തുനിന്ന് ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത്. നമ്മളെ MyLife പ്രോഡക്റ്റുകള്. ഇക്കാക്ക എന്താ വെച്ചാല് ഇംഗ്ലീഷ് മരുന്നിനോട് ഭയങ്കര വിരോധമുള്ള ഒരാളായിരുന്നു. കാരണം അത് ഭയങ്കര സൈഡ് എഫക്റ്റ് ആണ്, അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, അതൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഈ അനീഫ് സാർ ഇങ്ങനെ എന്തൊക്കെയോ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്, ഒക്കെ ആയുർവേദാണ്, അതൊക്കെ ആരോ പറഞ്ഞിട്ട് ഇക്കാക്ക അറിയുന്നുണ്ട്. അങ്ങനെ അവര് പുറത്തുനിന്ന് 1-2 പ്രാവശ്യം ഇക്കാക്കനോട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ പ്രോഡക്റ്റുകൾ ഉണ്ട്, നല്ലതാണ്, സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ഒരു ദിവസം രാത്രിയില് അനീഫ് സാറും കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് വൈഫ് സംസാരം കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു. ഇവര് ശരിക്കും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും എന്നെ കേൾപ്പിക്കാനും കൂടിയാണ് വന്നത്. ഇക്കാക്കനെ കൊണ്ട് 1-2 പ്രാവശ്യം പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവര് പറയുന്നത് കേൾക്കാന് അവരെടുത്ത് നിന്നിട്ട് കേൾക്കാനുള്ള ആ ഒരു സിറ്റുവേഷനും കൂടി എന്റെ അടുത്തില്ല. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞാൻ പുറത്തിങ്ങനെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഒരു 5 മിനിറ്റ് ഒക്കെ ഞാൻ നിന്നപ്പോ എന്റെ കാല് തരിപ്പ് വന്നു. എനിക്ക് കാല് കുഴയുന്ന ഒരവസ്ഥ വന്നു. അപ്പൊ ഇനി എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഞാൻ കിടക്കാൻ പോയി. അപ്പം ബൈസാം സാറ് ചോദിച്ചു, മാഡത്തിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ പ്രശ്നമൊക്കെയാണ് ഡോക്ടർ, കാര്യമാണ് പറഞ്ഞത്. എല്ല് തേഞ്ഞിട്ട് ഡിസ്ക് തെറ്റിപ്പോയതാണ്, അതിന്റെ ഉള്ളിൽ ഞരമ്പ് കുടുങ്ങി ഡിസ്ക് ബൾജായി നിൽക്കുന്നതിന്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ പ്രശ്നം നമുക്ക് വരൂലല്ലോ. എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ എല്ലിന്റെ ഉള്ളിലുള്ള മജ്ജ നഷ്ടപ്പെടാമെന്ന്, അത് ഒരു ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് ഞങ്ങളെ കയ്യില്. അപ്പൊ അതൊക്കെ ഒന്ന് മാഡം ഉപയോഗിച്ച് നോക്കി. അപ്പൊ നല്ല മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഒരു മനുഷ്യന്റെ എല്ല് തേയുന്ന ഒരു ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം അതൊന്നും മനസ്സിലായില്ല കേട്ടോ. കാരണം നമ്മള് എല്ല് തേയ്മാനം എന്ന് പറഞ്ഞാല് ഡോക്ടർ പറയുന്നതാണ് അതിന്റെ ശരി എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പൊ ഇവര് ഏതായാലും കുറെ നേരം സംസാരിച്ചു. ഞാൻ പോയി ഇവരെ സംസാരം കേൾക്കാൻ പിന്നെ നിന്നില്ല. സാർ ഇത്രയും പറഞ്ഞു, അത് ഞാൻ കേട്ടു, ഞാൻ പോയി ഇരുന്ന സമയത്ത് പിന്നെ മുസ്തഫ സാറ് പറഞ്ഞു, എന്നാ ആയിക്കോട്ടെ, എന്നാ അവൾക്കുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് കുറച്ച് പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 7500 രൂപന്റെ പ്രോഡക്റ്റും ഉണ്ട്. പിറ്റേ ദിവസം തന്നെ അനീഫ സാറും ബൈസാറും വീട്ടിലെത്തി. അവര് പ്രോഡക്റ്റ് കൊണ്ടുവന്നു. ഇത് മാഡത്തിന് ഉപയോഗിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ഒരു 2 തരം ക്യാപ്സ്യൂളും ഒരു തൈലും എന്റെ കയ്യിലേക്ക് എടുത്തു തന്നു. അപ്പൊ അത് ഞാന് ഉപയോഗിക്കാൻ എനിക്ക് എന്താ പറയാ ഭയങ്കര പേടിയായിരുന്നു. ഇതിന് കുഴപ്പമൊന്നുമില്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഫുഡ് സപ്ലിമെന്റുകളാണ്. അങ്ങനെ ഗഗന് കുടിച്ച് ആ ഒരു ധൈര്യം തന്നപ്പോഴാട്ടോ ഞാൻ കുടിച്ചത്. ഭയങ്കര പേടിയായിരുന്നു. 1-2 മാസമല്ല 4 മാസത്തോളം ഞാന് ഇപ്പൊ ഇവര് തന്ന പ്രോഡക്റ്റ് ഒക്കെ പിന്നീടാണ് എനിക്ക് പേരും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സ്പൈറുലിന ഗോൾഡ്, അതേപോലെ നോവേദന ക്യാപ്സ്യൂള്, ചാമ്പി തൈലം, നാൽസ്യം, ഇത്തരം പ്രോഡക്റ്റുകളാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അത് ഇവര് ഇത് തരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് മനസ്സിൽ എന്താ ഉണ്ടാവുക, ഒരു മരുന്നോ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ഒരാഴ്ച അല്ലെങ്കിൽ ഏറെ 2-3 ദിവസം കഴിയുമ്പോ അങ്ങനെയൊക്കെ നമുക്കൊരു മാറ്റം വരുന്നാണല്ലോ. അപ്പൊ ഞാനിത് ആയുർവേദാണ്, പതുക്കെ മാറുള്ളൂ എന്നുള്ളതൊക്കെ ഇവര് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഞാൻ കഴിച്ചപ്പോഴും എനിക്ക് ഒരു മാറ്റം വന്നില്ല. അപ്പോഴും ഞാൻ അവരിങ്ങനെ വിളിക്കും, ഫസ്റ്റ് അനീഫ് സാറെ വിളിക്കും, ഒരു മാറ്റമില്ലല്ലോ, നിങ്ങൾ എത്രയും പൈസന്റെ മരുന്നൊക്കെ തിന്നിട്ട് ഇതിൽ ഒരു മാറ്റമില്ലല്ലോ അത്. പിന്നെയും കഴിക്കും. അങ്ങനെ 10-15 അങ്ങനെ ഇടവിട്ട് ഇവരെ ഞാൻ ഇങ്ങനെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യും. കാരണം ഇത്രയും പൈസക്ക് മരുന്ന് വാങ്ങിയിട്ട് എനിക്കൊരു മാറ്റമില്ല, ആദ്യത്തെ പോലെ തന്നെയാണ്, അതിൽ ഒന്ന് ഏറിയിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരു പൊടി പോലും എനിക്ക് കുറവ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ കുറച്ച് നല്ല 1-2 മാസം ഒക്കെ ആയ സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ഇവരെ വിളിക്കാൻ ഞാൻ മറന്നു എന്നല്ല, എനിക്ക് വിളിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. കാരണം എനിക്ക് എന്തോ മാറ്റങ്ങളൊക്കെ, ചെറിയ മാറ്റങ്ങളൊക്കെ, എന്റെ കാലിന്റെ തരിപ്പൊക്കെ പോവല് തുടങ്ങി, വേദനയിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് റിമൂവ് ആകാൻ തുടങ്ങി. അപ്പൊ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവരെ ഞാൻ വിളിക്കാൻ വിട്ടുപോയതാണ്. അതില് ബൈസാറ് ഒരു ദിവസം മുസ്തഫ സാറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ വൈഫിന്റെ വിളി വരാറില്ലല്ലോ, എന്താ അവസ്ഥ ചോദിച്ചു. അപ്പൊ ഓൾക്ക് എന്തോ മാറ്റമൊക്കെ ഉണ്ട്, ഇപ്പൊ ഇങ്ങനെ ചെറിയ തോതിൽ അടുക്കളയിലേക്കൊക്കെ എണീറ്റ് വരും, കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് വീണ്ടും വീട്ടിൽ വന്നു. ഒരുപാട് പ്രാവശ്യം അന്വേഷിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അവര് ഇങ്ങോട്ട് അന്വേഷിക്കാൻ സമയം ഞാൻ അങ്ങോട്ട് കൊടുക്കുകയില്ല. കാരണം ഞാൻ അവരങ്ങോട്ട് വിളിച്ചിങ്ങനെ നിരന്തരം ശല്യം ചെയ്യാറാണ് ഉണ്ടായത്.
ആ ഒരു സമയത്ത് പിന്നീട് എനിക്ക് ആ ഒരു 2 മാസമൊക്കെ വന്ന സമയത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങി. എനിക്കൊരു വിശ്വാസം വന്നു, അല്ല ഇതിൽ എന്തൊക്കെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നും കൂടി സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തോന്നി. അങ്ങനെ 3-ാമത്തെ മാസം ഉപയോഗിച്ചു. എനിക്ക് നല്ല മാറ്റം വരൽ തുടങ്ങി. നന്നായിട്ട് വേദനയൊക്കെ പോയി, കാലിന്റെ തരിപ്പൊക്കെ പോയി. എനിക്ക് വീണ്ടും എന്താ ആദ്യത്തെ അവസ്ഥ പോലെ ആയോ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു. അങ്ങനെ എനിക്ക് നന്നായിട്ട് റിസൾട്ട് ആയി. അപ്പൊ ബാക്കിയുള്ള ഈ 7,500 രൂപയിൽ ബാക്കി കുറെ പ്രോഡക്റ്റുകൾ ഉണ്ട്. എന്തെല്ലാം പ്രോഡക്റ്റുകളാണെന്നൊന്നും അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കഫ്നിലോ പേസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു ഞാൻ കാക്കനോട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. ഇതിനെ കുറിച്ച് ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് സാറ് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഒരു ദിവസം പോയിട്ട് അറ്റൻഡ് ചെയ്യാറ്. അങ്ങനെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി പഠിച്ചോളി, ഞാൻ പഠിക്കുന്നില്ല. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവര് ഫസ്റ്റ് തന്നെ എന്റെ അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ ചോദിച്ചിരുന്നു. എന്റെ അഡ്രസ്സും ഡീറ്റെയിലും ഒന്നും ഞാൻ തരൂല, വേണമെങ്കിൽ ഓൽത് വാങ്ങിക്കൊള്ളി അറിഞ്ഞ. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാല് ഓൽക്കായിക്കോട്ടെ, എനിക്ക് അത് ഏറ്റെടുക്കാനൊന്നും കഴിയൂലായിരുന്നു. അങ്ങനെ ഇക്കാക്കാണ് അഡ്രസ്സൊക്കെ കൊടുത്തത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് നമുക്ക് പഠിക്കാന്ന് പറഞ്ഞപ്പോ അങ്ങളെല്ലാം അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ കൊടുത്തത്, നിങ്ങൾ പോയി പഠിച്ചോളി, എന്നിട്ട് ബാക്കിയുള്ള പ്രോഡക്റ്റ് കൂടി വിറ്റാളി, ഇതിവിടെ അങ്ങനെ പെട്ടിയിൽ വെക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇതൊക്കെ കൊടുത്തിട്ട് എനിക്ക് അടുത്ത മാസം കുടിക്കാൻ ഉള്ള പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അല്ല, ഇത് ഇജ് കുടിച്ച ഈ ഒരു പ്രോഡക്റ്റിന് റിസൾട്ട് കിട്ടിയല്ലോ, അപ്പൊ ചിലപ്പോ ഇതിൽ ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റും നല്ലത് തന്നെ ആയിരിക്കും, നമുക്ക് ഇതിനൊന്ന് കുറിച്ച് പഠിക്കാന്ന് പറഞ്ഞു. എന്നാ ഓക്കെ, നമുക്ക് ഒരു ദിവസം സുബീർ സാറ് പ്രോഡക്റ്റ് ട്രെയിനിങ് ഉണ്ട്, നമുക്കത് പോയി നോക്കാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഇക്കാക്കന്റെ കൂടെ അന്ന് ആ ഒരു സമയമായപ്പോഴത്തേന് ഒരു 4.5 മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ട്രെയിനിങ്ങിന് പോവാൻ തുടങ്ങി. വണ്ടിമേലൊന്നും കയറിയിട്ട് എനിക്ക് ഇരിക്കാനൊന്നും പറ്റൂലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ വണ്ടിമേലൊക്കെ പോയിട്ട്, കോഴിക്കോടായിരുന്നു അന്നത്തെ പ്രൊഡക്റ്റ് ട്രെയിനിങ്, അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇത് നല്ല ഒരു സാധനമാണ്. ഒരുപാട് ആളുകൾ റിസൾട്ട് പറഞ്ഞു, പേസ്റ്റിന്റെ റിസൾട്ടുകൾ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും കുറെ കാര്യങ്ങളൊക്കെ അന്ന് മനസ്സിലായി. എന്നാലും വലിയൊരു ഇതൊന്നും അന്ന് കിട്ടിയിട്ടില്ല. വീണ്ടും ഒരു 5-6 പ്രോഡക്റ്റ് ട്രെയിനിങ് ഞാൻ സുബീർ സാറത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് അറ്റൻഡ് ചെയ്ത് വന്ന സമയത്ത് തന്നെ കുറച്ച് കോൺഫിഡന്റ് ആയി. ഞാനൊരു 7-8 മാസത്തോളം ADSന്റെ ഇത് മാറി നിന്നു. വേറെ എന്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു. അവര് 8 മാസം കഴിഞ്ഞാല് പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഏറ്റെടുത്തു. ഞാൻ വയ്യെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ആ ഒരു സമയത്താണ് എനിക്ക് ട്രെയിനിങ് കിട്ടിയതും. അങ്ങനെ ട്രെയിനിങ് കിട്ടിയപ്പോൾ ബാക്കിയുള്ള ഈ ADSന്റെ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു കാര്യങ്ങൾ ചെയ്ത് 1 മണിക്കൂറോളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഈ മനസ്സിലായ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അവർക്കൊക്കെ അറിയാം, എന്നോട് ചോദിക്കും. കാരണം എല്ലാരും ഞാനിങ്ങനെ മുടങ്ങിയ സമയത്ത് എന്താണ് പ്രശ്നം അങ്ങനെ എന്നുള്ളതൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചികിത്സക്ക് വലിയ സാമ്പത്തികം അനുവദിക്കാത്തത് കൊണ്ട് അങ്ങനെ സർജറി തന്നെയാണ് നമുക്ക് ഇതിന് ചെയ്യാനുള്ളത് വെച്ചാല് പൈസകൾ വിഷയാക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം എങ്ങനെ ഞാൻ മുടങ്ങിയതും പിന്നീട് ഞാൻ എങ്ങനെ പുറത്തിറങ്ങി വന്നു എന്നുള്ളതും ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്ത് ഉപയോഗിച്ചിട്ടാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആളുകൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ കുടുംബശ്രീയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ചെറിയ ചെറിയ പ്രോഡക്റ്റുകളൊക്കെ പേസ്റ്റ്, കഫ്നില്, നോവേദന ജെല്ല് അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ഞാൻ ADSന്റെ മീറ്റിങ്ങിലൂടെ തന്നെ വിറ്റുവയ്ക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്താ പറയുക, ഒരു പ്രോഡക്റ്റ് കൊടുത്ത സമയത്ത് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായി. കാരണം അതുവരെ കുടുംബശ്രീയിൽ ഒരുപാട് പണി ഞാൻ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് അതിലൊന്നും സാലറി ഉള്ള ഒരു ഇതല്ലല്ലോ, നമ്മള് സേവനം എന്നുള്ള രീതിയിലാണ് കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് പിന്നെ ഓരോരോ ആഴ്ചകളിൽ എന്ന് പറഞ്ഞ മാതിരി ഓരോ റാങ്ക് മാറിയിട്ടാണ് തുടക്കത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് റാങ്ക് ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്റെ കൂടെ എന്റെ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ഓരോരുത്തർ ജോയിൻ ആയി, അവരൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ എനിക്ക് ചെറിയൊരു ടീമായി. ആ ഒരു സമയത്ത് ഇക്കാക്കന്റെ ഐഡിയ അടിച്ച് 2-മത്തെ 3-മത്തെ ഒക്കെ പർച്ചേസ് വരുന്ന സമയത്തും എന്റെ ഐഡിയ അടിക്കുമ്പോൾ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ബിസിനസിന്റെ പ്ലാൻ ഒക്കെ കുറെ കേട്ടപ്പോ കുറെയൊക്കെ ഒരു മനസ്സിലൊരു ആത്മാർത്ഥത ഉണ്ട്. എന്നാലും എന്റെ പൈസ അല്ലല്ലോ, അവരെ പൈസ അല്ലേ എന്നുള്ള രീതിയൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങള് ചെറിയ ടീമൊക്കെ ആയി നന്നായിട്ട് വർക്ക് ചെയ്തു. ഞങ്ങൾ എല്ലാ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്തു. അതുപോലെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഞങ്ങള് ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്യായിരുന്നു. അന്ന് ഇക്കാക്കന്റെ പണി എന്ന് വെച്ചാല് പെയിന്റിങ്ങും അതുപോലെ ഓട്ടോ ഉണ്ടായിരുന്നു. അതുപോലെ കർഷക തൊഴിലാളിയായിരുന്നു. മെഷീൻ കൊണ്ട് തേങ്ങ ഇടാൻ പോകുന്ന ആ ഒരു ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ പണികൾക്കും പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഇക്കാക്ക ഒരു ആക്സിഡന്റില് മരണപ്പെട്ടത്. 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 1.5 വർഷം മുമ്പ് ഇക്കാക്ക ഒരു ആക്സിഡന്റില് മരണപ്പെട്ടത്.
ആ ഒരു സമയത്ത് ഞങ്ങള് രണ്ടാളും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തായിരുന്നു നമ്മള് അന്ന് ഈ വൈകുന്നേരം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറെ വീട്ടില് മീറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ അതിന് പോവാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ അന്ന് ഉച്ചവരെ എവിടേക്കും പോയിട്ടില്ലായിരുന്നു. ഉച്ചന്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തു. വീട്ടില് കിണറ് നന്നാക്കാൻ വേണ്ടിയിട്ട് അതില് കിണറിൽ ഇറങ്ങിയ സമയത്താണ് അതിലേക്ക് തന്നെ വീണിട്ട് മരണം സംഭവിച്ചത്. ആ ഒരു സമയത്ത് എന്താ പറയാ, ഞാന് ഈ ഒരു ബിസിനസ് അവസരത്തില് ഒരുപാട് പണികൾ ഒക്കെ ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്നു അന്ന്. എന്താ പറയാ, ഈ ഞാൻ പറഞ്ഞില്ലേ ഓട്ടോ തൊഴിലാളിയായിരുന്നു, കർഷക തൊഴിലാളിയായിരുന്നു, പെയിന്റിങ്ങിന്റെ. അപ്പൊ ഒരുപാട് അതിന്റെ ഒക്കെ ഒരുപാട് സാമഗ്രികൾ വീട്ടിലുണ്ട്. അപ്പൊ അതേ ഒപ്പം തന്നെ ആ ഒരു അതിന്റെ തൊട്ടടുത്ത ഒരു 3 ദിവസം മുമ്പ് ഞങ്ങളൊരു മീറ്റിങ്ങിന് സുബീർ സാറെ കോട്ടൂളിത്തെ ഓഫീസിലേക്ക് ഞങ്ങളെ വിളിക്കുകയും ഞാനും എന്റെ ലീഡറും മുസഫ് സാറും കൂടി പോയിട്ട് ഞങ്ങള് തീരുമാനമൊക്കെ എടുത്ത് നമുക്ക് പെട്ടെന്ന് DTC, ഞാൻ അന്നിക്ക മരിക്കുന്ന സമയത്ത് ഞങ്ങൾ റാങ്ക് ATC ആയിരുന്നു. DTC എന്ന് പറഞ്ഞ റാങ്ക് പെട്ടെന്ന് പിടിക്കണം, കുറഞ്ഞ ബിസിനസ് വോളിയം കൂടി ഉള്ളൂ. അപ്പൊ അവിടെ എന്തായാലും പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ എത്ര വെച്ചാല് നമുക്ക് എന്നാലും ഒരു ഹോം ഷോപ്പിൽ പോലെ ഒരു പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ആ റാങ്ക് ചേഞ്ച് ചെയ്യാം, പ്രോഡക്റ്റ് സെയിൽ ആക്കുന്ന കാര്യത്തിൽ പ്രശ്നമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു അവിടുന്ന് തീരുമാനം എടുത്ത് പോകുന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഒരു 35,000 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. അതിന്റെ 3-ാമത്തെ ദിവസമാണ് ഇങ്ങനത്തെ ആക്സിഡന്റ് സംഭവിച്ചത്. ആ ഒരു സമയത്ത് ഇത്രയും പണികൾ ചെയ്യുന്ന ആ ഒരു ആയുധങ്ങളും വീട്ടിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് അവസരത്തിലെ ഒരു 35,000 രൂപയുടെ അതിന്റെ മുന്നത്തെ ഒരു 10-15 രൂപയുടെ പ്രോഡക്റ്റ് വേറെയും കയ്യിലുണ്ട് കേട്ടോ. ആ ഒരു അപ്പൊ ഒരു ടോട്ടൽ ഒരു 50-55 രൂപയുടെ പ്രോഡക്റ്റ് ഞങ്ങളെ കയ്യിലുണ്ട്. ആ ഒരു സിറ്റുവേഷനില് ആ ഒരു ആയുധങ്ങളൊക്കെ അവിടെ പണയം വെക്കുന്ന ആ ഒരു ഇതാണ് ഉണ്ടായത്. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, മരണം നമ്മളെ ഇതില് മരണം സംഭവിച്ചു കഴിഞ്ഞാല് നമുക്ക് 4 മാസം ഇദ്ധരിക്കുന്ന ആ ഒരു കാലാവധി ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഇദ്ധയുടെ കാലാവധി ടൈമിൽ തന്നെ എനിക്ക് എന്റെ കയ്യിലുള്ള പ്രോഡക്റ്റുകളൊക്കെ വിറ്റഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചാല് നമുക്ക് ഫോണിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം വാങ്ങുന്ന ആളുകൾക്കൊക്കെ നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാം. ബാക്കിയുള്ള ചെയ്യുന്ന എല്ലാ മേഖലയിലെ എല്ലാ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ അതവിടെ മുടങ്ങി കിടക്കുന്നത്. ഇന്നും ശരിക്കും ഞങ്ങൾക്ക് ഓട്ടോ ഉണ്ട്. ആ ഒരു ഓട്ടോയോ ഇക്കാന്റെ 1-2 ബൈക്കുകള്, അപ്പൊ അതൊന്നും ഒന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ പോലുള്ള ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഓട്ടോ ഒക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ ഒരു പേപ്പറിന്റെ ഒരു വിഷയം കൊണ്ട് അത് പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, അന്നും എല്ലാ മേഖലയും അതില് നമ്മൾ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനമുള്ളൂ അല്ലെ. വെച്ചാല് ഇത്രയും പണികൾ ചെയ്യുന്നുണ്ട്, ഒരു നേരം ഒക്കെ വെറുതെ നിൽക്കുന്നില്ല. എന്നാലും ആ ഒരു കുറച്ച് സമയം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം പോലും അതിൽ നിന്നൊന്നും നമുക്ക് ഒരു വരുമാനം, എനിക്കും എന്റെ മക്കൾക്കും, എനിക്ക് 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്, 1 രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാ ആഴ്ചയും നമ്മുടെ കമ്പനി പറയുന്നുണ്ട് ഒരുപാട് വരുമാനങ്ങൾ നമുക്ക് തരുന്നു. അതില് ആഴ്ച വരുമാനം, മാസ വരുമാനം, റീറ്റെയിൽ പ്രോഫിറ്റും എല്ലാം എനിക്ക് ആ ഒരു ഇതിന്റെ സമയത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ മരണം സംഭവിച്ച് ഒരു മാസം 1.5 മാസം കഴിയുന്ന സമയത്ത് തന്നെ, 1.5 മാസം ഒന്നും ആയിട്ടില്ല, 1 മാസം ആയപ്പോൾ തന്നെ ഞങ്ങളെ റാങ്ക് ATC റാങ്കിൽ ആ ID DTCയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത മാസം തന്നെ ഞങ്ങൾക്ക് ലോയൽറ്റി ബോണസ് ആ ഒരു IDയില് ലോയൽറ്റി ബോണസ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും വരുമാനങ്ങളൊക്കെ ഈ നമ്മള് വേറെ മേഖലയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അന്നേ ഇക്കാക്കന്റെ കൂടെ ഞാനിത് പഠിച്ചു ഇറങ്ങി എന്നെ ഇതിലേക്ക് വേറെ ഒരു കാര്യത്തിനും പുറത്തേക്ക് വിടൂലായിരുന്നു. കുടുംബശ്രീക്ക് തന്നെ വാർഡിലെ പ്രവർത്തകരൊക്കെ നിർബന്ധിച്ച് അങ്ങനെ എന്താ പറയാ ലേഡീസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് വാശി പിടിച്ചിട്ടൊക്കെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 17 വർഷം എവിടെയും പോവാത്ത, പുറത്തേക്കൊന്നും വിടാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് ലാസ്റ്റ് ടൈമിൽ ആണ് കുടുംബശ്രീയിലേക്ക് ഇറങ്ങിയതും പിന്നീട് ഇതിലേക്ക് വന്നതും. അപ്പൊ അവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരു വരുമാനം നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന്, നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന്, ആ പ്രോഡക്റ്റുകളൊക്കെ ഞാൻ ആ ഒരു ഇതിന്റെ സമയം കഴിയുന്ന ആ ഒരു ഇതിൽ തന്നെ വിറ്റ് തീർത്തിട്ടുണ്ട്. അങ്ങനെ 4 മാസം 10 ദിവസം കഴിഞ്ഞ് ഇതിന്റെ കാലാവധി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു പ്രോഡക്റ്റും അവശേഷിച്ചിട്ടില്ല. പിന്നെ തൊട്ട് എടുത്ത് അപ്പോഴും ഒരു ചോദ്യചിഹ്നമായിരുന്നു കേട്ടോ, ഇനി എന്തെന്നുള്ള ഒരു ഇത്.
ഫാമിലിയിലൊന്നും ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫാമിലിയിൽ ആരും ഞങ്ങളെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അവരെന്തോ മരുന്ന് കച്ചവടത്തിന്റെ ആളുകളാണെന്നുള്ള രീതിയിലായിരുന്നു. എന്നാലും എനിക്ക് അന്ന് ഭയങ്കര ആത്മവിശ്വാസം. ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചാരെ എനിക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു. ഇത് അങ്ങനെയല്ല, ഇത് നല്ലതാണ്. അവരിതിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് അവർക്ക് മനസ്സിലാവാത്തത്. ഇത് എന്താണെന്നുള്ളത് ഇത് അറിയുന്ന ആളുകളോട് ചോദിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അറിയാത്ത ആളുകളോട് ഈ പ്രോഡക്റ്റിനെ കുറിച്ചോ ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ടോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരത് നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് പറഞ്ഞുതരാം. അപ്പോ ഒരു മരുന്നിനെ കുറിച്ച് ഇപ്പൊ നമ്മള് ആരോടെങ്കിലും ചോദിക്കുക, പുറത്തിട്ട ഒരു കച്ചവടക്കാരനോട് ചോദിച്ചാൽ നമുക്ക് മരുന്നിനെ കുറിച്ച് അറിയില്ലല്ലോ, അതൊരു ഡോക്ടറോട് തന്നെ ചോദിക്കണ്ടേ. അപ്പൊ അതേപോലെ ബിസിനസ് അവസരം മനസ്സിലാക്കിയ ആളുകളോട് ചോദിച്ചാല് ആരും ഇത് തെറ്റാണെന്നുള്ളത് പറയില്ല. അപ്പൊ ഇത് പഠിക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ തെറ്റിദ്ധാരണയിലൂടെ ഉള്ള സംസാരം ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇക്ക എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടാളും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്റെ കയ്യിൽ പ്രോഡക്റ്റുകളൊന്നും ഇല്ലായിരുന്നു. തുടക്കത്തിൽ തന്നെ 4 മാസം 10 ദിവസം കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു 35,000 രൂപയുടെ പ്രോഡക്റ്റ് ഒക്കെ വീണ്ടും പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് എടുത്ത് റീറ്റെയിലിംഗ് ഒക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും എനിക്ക് പുറത്തുനിന്ന് ഒരുപാട് ആളുകള് ഈ നെറ്റ്വർക്ക് അല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അത് ലേഡീസ് ഒന്നും ചെയ്താലേ അങ്ങനെ വിജയം ഉണ്ടാവൂല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തൂടെ, ഒരുപാട് ലേഡീസിനൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടല്ലോ, എത്ര വരെയാണ് പഠിച്ചത്, അങ്ങനെ പഠിപ്പിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്താൽ പോരെ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അതിൽ നിന്നും എനിക്ക് അതിലൊന്നും ഒരു സംതൃപ്തി ഉണ്ടാവില്ല കേട്ടോ. ലേഡീസിന് ഇപ്പൊ ഒരു വലിയ ജോബൊന്നും അല്ലെങ്കിലും ഇപ്പൊ എല്ലാരും വേഗം പറയാ എവിടെയെങ്കിലും ടെക്സ്റ്റൈൽസിലോ കാര്യങ്ങളിലോ ഷോപ്പിലോ അങ്ങനെയൊക്കെ നിന്നാ പോരെ എന്നുള്ള. എനിക്ക് ഒറ്റപ്പൊടി അതിലൊന്നും ഒരു താല്പര്യമില്ല. കാരണം അത്രയും സമയം നമ്മുടെ അവിടെ ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിൽ ലാസ്റ്റ് സമയം നമുക്ക് രോഗമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാന്നല്ലാതെ നമുക്ക് പോകുന്ന ബസ് ഫെയർ വരെ വെക്കുന്ന ഒരു സിറ്റുവേഷൻ അതിൽ നിന്നും ഉണ്ടാവില്ല. കാരണം അത് തികയൂല എന്ന് നമുക്ക് തോന്നുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു ബിസിനസ്സിലെ ഈ ഒരു വിശാലത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവിടെ എടുക്കുന്ന അത്രയ്ക്കും ടൈം നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിടുന്ന് കിട്ടുന്നതിലും ഡബിള് സാലറി നമുക്ക് ഇവിടുന്ന് കിട്ടും. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ബിസിനസ് ഇത് ഏറ്റെടുത്ത് നമ്മുടെ ഫീൽഡിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. പിന്നെ നമുക്ക് ടൈം ഫ്രീഡം ഉണ്ട്. വേറെ ഏതെങ്കിലും ഇതിലേക്ക് പോകുകയാണെങ്കിൽ അവര് പറയുന്ന ആ ഒരു സമയത്ത് അവിടെ ജോയിൻ ആവണം, അവര് പറയുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു കാര്യങ്ങൾക്കും നമുക്ക് ഒന്ന് ഫ്രീ ആക്കാനോ ഒന്നും പറ്റൂല. ഇത് എങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം അല്ലെ, എപ്പോ ഏത് സമയം വേണോന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം, ഏത് സമയം നിർത്തണം എന്നുള്ളതും നമുക്ക് തീരുമാനിക്കാം, എത്ര സ്പീഡിൽ ചെയ്യണം എന്നുള്ളതും നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതിലൊന്നും എനിക്ക് അവര് പറയുന്ന കാര്യങ്ങളിലൊന്നും എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. എന്നാലും എന്റെ ലീഡേഴ്സ് എന്റെ കൂടെ കട്ട സപ്പോർട്ട് ചെയ്തിട്ട് നിന്നിട്ട് അങ്ങനെയല്ല, നമുക്ക് ഇതിൽ തന്നെ നന്നായിട്ട് ചെയ്യണം. ബൈസാം സാറും സുബീർ സാറും അനീഫ സാറും ഒക്കെ നല്ല കട്ട സപ്പോർട്ടാണ് എന്റെ എല്ലാ കാര്യത്തിനും. അതുപോലെ അവര് മാത്രമല്ല കേട്ടോ, എല്ലാ ലീഡേഴ്സും എന്റെ കൂടെ ഉണ്ട്. എന്ത് കാര്യങ്ങൾക്കും എന്ത് ആവശ്യങ്ങൾക്കും വേണം എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ആ ഒരു ഇതിലൊക്കെ എനിക്ക് നല്ല ഒരു തുടക്കത്തിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. കാരണം ഇന്ന് ഞാന് എന്താ പറയാ ആത്മാർത്ഥത തന്റെ ഇടത്തോട് കൂടിയിട്ട് എനിക്ക് പറയാൻ പറ്റും, എന്റെ മക്കൾക്ക് ഉള്ള ഭക്ഷണം കൊടുക്കുന്നതും അവരെ കാര്യങ്ങൾക്ക് ഞാൻ എന്ത് ചെലവഴിക്കുന്നുണ്ട് അതൊക്കെ ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വരുമാനം കൊണ്ടാണെന്നുള്ളത്. ഇപ്പൊ TC എന്ന് പറഞ്ഞ റാങ്ക് ചേഞ്ച് ആയാല് ആളുകൾക്ക് നമുക്ക് കമ്പനി ഒരു സർട്ടിഫിക്കറ്റ് അയക്കുന്നുണ്ട് അല്ലെ, കമ്പനിയുടെ ഒരു TC ടീം കോർഡിനേറ്റർ ആയെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് മെയിൽ അയച്ചു തരുന്നുണ്ട്. ആ ഒരു ഇതില് പിന്നെ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ഒരു കടലാസ് കൂടി നമുക്ക് കമ്പനി തരുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടെ തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. നമുക്ക് TCയുടെ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പോളിസിന്റെ ഇതൊക്കെ അല്ലെ, അപ്പൊ അതിലൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. അപ്പൊ കമ്പനി നമ്മളോട് ആഴ്ച വരുമാനവും മാസ വരുമാനവും എല്ലാം തരുന്നതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ കാര്യവും നോമിനേഷൻ ഫെസിലിറ്റിയും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാവും അങ്ങനൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ആ ഒരു ഇതില് ആ ഒരു ഇൻഷുറൻസിന്റെ ക്യാഷും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് എന്റെ നോമിനേഷൻ ID-യിലൂടെ എന്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപ കമ്പനി അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും അത് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇതിന്റെ ആ ഒരു സമയത്ത് ബെല്ലി സാറും സുബീർ സാറൊക്കെ വീട്ടിൽ വന്നപ്പോ അവര് പറഞ്ഞു പെട്ടെന്ന് പേപ്പേഴ്സ് ഒക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് കൊടുത്തു നോക്കാം. അപ്പൊ ഇവരെ പറഞ്ഞ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഇതിനെ ഹാജരാക്കണം. അപ്പൊ ഒരു ലീഗൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിന് കൊടുക്കേണ്ടതുണ്ട്. നമ്മള് ഇൻഷുറൻസിന്റെ പോളിസിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞ് ഒരു 1.5 മാസം തികഞ്ഞിട്ടില്ല. അപ്പോഴാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആ ഒരു ക്യാഷ്
ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സുബിൽ സാറും ബൈ സാറൊക്കെ ഒരു ദിവസം ഫുള്ള് ഓഫീസിലിരുന്നിട്ട് ഒരുപാട് ലീഡേഴ്സിനെ വിളിച്ചു, അനീഷ് സാറൊക്കെ വിളിച്ചു, ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, എന്ത് ചെയ്യണം ഇനി, എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്റെ കൂടെ എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിലേക്ക്. അപ്പൊ അവര് ഓരെന്നോട് ചോദിക്കാണ്, എന്തിനാ ഇത്രക്ക് എന്റെ കാര്യത്തിൽ ഇവരിങ്ങനെ റിസ്ക് എടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളെ ലീഡേഴ്സ് നമ്മളെ കൂടെ, കമ്പനി നമുക്ക് ഏതായാലും തരാന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവര് ഏത് റിസ്ക് എടുത്തിട്ടും നമ്മളെ ഇത് വാങ്ങി തരാൻ അവർ തയ്യാറാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ പ്രോഡക്റ്റ് അല്ല, അപ്പൊ പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു, പ്രോഡക്റ്റ് അടിപൊളിയാണ്, ഇവിടെ കമ്പനി അടിപൊളിയാണ്. കമ്പനി അടിപൊളിയാണെന്ന് പറയാൻ കാരണം ഇത്രയും വരുമാനങ്ങൾ നമുക്ക് തരാം, ഇത്രയും എല്ലാ രേഖകളും ശരിയാണെന്നുണ്ടെങ്കിൽ തരാന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടും അതും നമുക്ക് തെളിവാണ്. അപ്പൊ കമ്പനി അടിപൊളിയാണ്. നമ്മളെ ലീഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏത് സമയവും കട്ട സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ അതും അടിപൊളിയാണ്. പിന്നെന്താ നമുക്ക് നോക്കാനുള്ളത്? ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാം. ഏതൊരു സാധാരണ വീട്ടമ്മക്കും, ഏതിപ്പോ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിയുള്ള ആളുകൾക്കും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും പറ്റിയ നല്ലൊരു മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറഞ്ഞത്.